السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലിനോട് നിങ്ങൾക്ക് 2 മണിക്കൂർ സംസാരിക്കാനാണോ പ്രയാസം, 5 മിനിറ്റ് സംസാരിക്കാനാണോ പ്രയാസം എന്ന് ചോദിക്കരുത്. അതുകൊണ്ടതിനൊരു 2 മിനിറ്റ് സംസാരിക്കാൻ ഒരു പ്രയാസമില്ല. നേരെ മറിച്ച് 5 മിനിറ്റ് സംസാരിക്കുക എന്നത് വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് വായനയുടെ പ്രാധാന്യം എന്താണ് എന്ന് സൂചിപ്പിക്കലാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ 1982 ഈ മഹാവായനയുടെ സംരംഭം ഇവിടെയുള്ള സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ അൽ ഖാസിമി ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നു. ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ടായി. രാമായണം വായിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ഗാന്ധിജിയോട് ചോദിക്കുന്നു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, മാനിഷാദ എന്നാണ് എനിക്ക് രാമായണത്തിന്റെ ആകെ തുകയായിട്ട് തോന്നിയത്. രാമായണം വായിച്ചപ്പോൾ എനിക്ക് ആകെ തോന്നിയത് മാനിഷാദ, അരുത്, ഒരകർമ്മവും ചെയ്യരുത് എന്നാണ് ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നത്. അതേ രാമായണം വായിച്ച ആളുകൾക്ക് അക്രമം അയച്ചുവിടണമെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വായന പോസിറ്റീവായ വായനയല്ല. രാമൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ രമിപ്പിക്കുന്നവനാണ്, രമ്യത ഉണ്ടാക്കുന്നവനാണ്. രണ്ടാള് കലാപം ഉണ്ടാക്കിയാൽ അവിടെ ശാന്തത ഉണ്ടാക്കുന്ന ആളാണ് ശ്രീരാമൻ. അത് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വായനയുടെ ഒരു പുതിയ ലോകം തുറക്കേണ്ടതുണ്ട്. എല്ലാവരും മൊബൈലിൽ നോക്കുന്നു, മൊബൈലിൽ വരുന്ന വാർത്തകളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. മൊബൈലിൽ നോക്കുന്നത് കണ്ണിനും തലച്ചോറിനും മനസ്സിനും ഒക്കെ കേടാണ്. നിലവിലത്തെ ഒരു പുസ്തകം നോക്കി വായിക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പിരിറ്റ് വേറെയാണ്. വിശുദ്ധ ഖുർആൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ ഖുറാ ഗുഹയിൽ വെച്ച് വായിക്കുക. വേണമെങ്കിൽ ചോദിക്കാം, മുഹമ്മദ് നബിയുടെ മുമ്പിൽ ഒരു പുസ്തകമില്ല, മുഹമ്മദ് നബിയുടെ കയ്യിൽ ഒരു ഗ്രന്ഥരൂപത്തിലൊരു രചനയില്ല, പിന്നെ എന്ത് വായിക്കാനാണ് പറയുന്നത്? പ്രപഞ്ചം തന്നെ ഒരു വായനാ പുസ്തകമാണ്, അറിവാണ്. ലോകത്തെ ഏതൊരു ചെറിയ കാര്യവും മഹാ അറിവിലേക്കാണ്. എം.എൻ. റോയ് എന്ന് പറയുന്ന വിഖ്യാതനായ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട എഴുത്തുകാരനാണ് എം.എൻ. റോയ്. എം.എൻ. റോയ് പറയുന്ന ഒരു വളരെ പ്രധാനമായ കാര്യം, തേനീച്ചകൾ തേന് തേടി പുഷ്പങ്ങളിൽ പോകുന്നത് പോലെ മുസ്ലിങ്ങൾ വിജ്ഞാനം തേടി യാത്ര ചെയ്യുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്, മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ശാസ്ത്രശാഖയുടെ തുടക്കം മുസ്ലിങ്ങളിൽ നിന്നായിരുന്നു. കാരണം വായിക്കുക എന്നത് നമസ്കരിക്കാനല്ല, നോമ്പ് നോൽക്കാനല്ല, പരിശുദ്ധ ഹറമിൽ പോയി തീർത്ഥാടനം നിർവഹിക്കാനല്ല. വായിക്കുക എന്നത് അമ്രാണ്, കൽപ്പനയാണ്. എത്ര കോടി പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജെയിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചാൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറും. പക്ഷെ അത് വായിക്കുന്ന ഒരു തലമുറ ഇന്നില്ല. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, ചതുർവേദം, ഈ വേദം വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. പക്ഷെ അത് വായിക്കാത്തവനത് മനസ്സിലാവില്ല. പാരമ്പര്യ വിശ്വാസങ്ങളെ കൊണ്ടു നടക്കുന്നവർക്ക് ക്ഷേത്രാചാരങ്ങളെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ കേവല ആരാധനകൾ മാത്രം കൊണ്ടു നടക്കുന്നവർക്ക് ജ്ഞാനം ഉണ്ടാവില്ല. ഓം അസതമാ സത്യമയ, തമസമാ ജ്യോതിർഗമയ, മൃത്യുമാ അമൃതംഗമയ, ഓം ശാന്തി ശാന്തിന. മുട്ടുവിൽ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ നൽകപ്പെടുന്ന അന്വേഷണമാണ്. മനുഷ്യൻ ലോകത്ത് അന്വേഷിക്കുക. അഗാധമായ പുസ്തകത്തിലുള്ള രചനകൾ വായിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. ലോകത്ത് എത്രയോ ഗ്രന്ഥങ്ങൾ. കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ എസ്.കെ. പൊറ്റക്കാട് ലോകം മുഴുവൻ സഞ്ചരിച്ചൊരു മനുഷ്യനായിരുന്നു, വൈക്കം ബഷീർ. പക്ഷേ അവിടെ ബേപ്പൂരിന്റെ സുൽത്താനായി അവിടുത്തെ രചനകളിൽ അക്ഷരക്കുട്ടുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട്. വയലിമി കുറിപ്പിന്റെ ഭൂമികയിൽ ചരമഗീതം വായിക്കുന്നവരുടെ ജ്ഞാനം വികസിച്ചുകൊണ്ടേയിരിക്കും. ലോകത്ത് ഇപ്പൊ ഈസാ നബിയെ കുറിച്ച് ഒരു ബുക്ക് 6ാമത്തെ ഭാഗമായി ഹുസൈൻ സലീയുടെ ഇവിടെ വന്നു. ഈസാ നബി മുസ്ലിംകൾക്കാരൻ ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വെറുപ്പിന്റെ സന്ദേശമല്ല. അദ്ദേഹത്തിന്റെ ആ മാതാവ് പിഴച്ചുപോയ സ്ത്രീയാണെന്ന് പ്രചരിപ്പിച്ചിരുന്നു ജൂത സമൂഹം. അവിടെ ഇസ്ലാം മനുഷ്യനോട് പറഞ്ഞത്, ആ വനിതയെ പോലെ ശ്രേഷ്ഠമായ ഒരു വനിത ലോകത്തില്ലാണ്. ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നതയായ സ്ത്രീ. അപ്പൊ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് മറിയം ബീവി ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാവും. ഈസാ നബി എങ്ങനെയാണ് നോക്കിക്കാണെന്ന് മനസ്സിലാവും. പ്രവാചകന്മാർക്കിടയിൽ ഒരു ഭിന്നതയും കൽപ്പിച്ചിട്ടില്ല. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. വായിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം
ഒന്നാമത്തെ ഋത്തിലുള്ളത് ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിവേഗ ആസീത് എന്നാണ്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും അവനാണ് സൃഷ്ടിച്ചതെന്നും അവനാണ് സംരക്ഷിക്കുന്നതെന്നും അവനാണ് സംഹരിക്കുന്നതെന്നുമുണ്ട്. ഇതേ വാചകം ഖുർആനിലുണ്ട്. ഖുർആന്റെ 31-ാം അധ്യായം 10-11 വചനം, ഖുർആന്റെ 30-ാം അധ്യായം 40-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം. ഇതേ വാചകം ബൈബിളിലെ പുറപ്പാട് 29-ാം അധ്യായം 30-ാമത്തെ വചനത്തിലുണ്ട്. അപ്പൊ ലോകത്തെ എല്ലാ വേദങ്ങളും ഒരൊറ്റ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. ബാന്ധവ മാനവ സർവേ സ്വദേശാ ഭുവനത്രയം. ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും അവനൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്, ആദമിന്റെ മക്കളാണ്. ബാന്ധവ മാനവ സർവേ സ്വദേശാ ഭുവനത്രയം. ഇത് വായനയിലൂടെ നമ്മൾ നേടുന്നതാണ്. വായിക്കുമ്പോൾ മാത്രമേ അറിവുണ്ടാവൂ. എവിടെ വായന പൂത്തുല്ലസിക്കുന്നുവോ അവിടെ സംസ്കാരം ഉണ്ടാകും. എവിടെ വായന ഇല്ലയോ അവിടെ സംഘർഷമുണ്ടാകും, അവിടെ തീവ്രവാദം ഉണ്ടാകും, അവിടെ ഭീകരവാദം ഉണ്ടാകും. അതുകൊണ്ട് ബാബരി മസ്ജിദ് പൊളിക്കാൻ വരുമ്പോ അത് തടുത്ത ആദ്യത്തെ വ്യക്തി ഒരു സന്യാസിയാണ്. അദ്ദേഹം ഹൈന്ദവരോട് പറഞ്ഞൊരു വാചകമുണ്ട്: രാമായണം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആരാധനാലയം തകർക്കാൻ വരില്ല. രാമനെ പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ വരില്ല. അപ്പോ ഏതൊരു മനുഷ്യനും വായനയിലൂടെ ചെറുത് പഠിക്കാനുണ്ട്. അങ്ങനെ വായിക്കാൻ ഉതകുന്ന അനേക പുസ്തകങ്ങൾ വിവിധ ഭാഷകളിൽ ഇവിടെയുണ്ട്. ഇതിനെല്ലാം അവസരമൊരുക്കിയ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നമ്മൾ അഭിനന്ദിക്കുന്നതോടൊപ്പം നിങ്ങളോട് എല്ലാവരോടും ജാതി മതഭേദമന്യേ വായനയുടെ ഒരു പുതിയ ലോകത്തേക്ക് കടന്നു പോകണം. അതിന് ഈ പുസ്തക പ്രകാശനം പ്രചോദിതമാകുമാറാകട്ടെ എന്ന് ഹൃദയത്തിൽ പറ്റി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.